ഫേവറേറ്റ് ഒരു കാര്യമാണ് കട്ട്ലറ്റ്. ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു കാര്യമാണ് കട്ട്ലറ്റ്. വെജ് കട്ട്ലറ്റ് എനിക്കിഷ്ടമല്ല, ചിക്കനും മീറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് ആക്ച്വലി ഇവിടെ കട്ട്ലറ്റ് അങ്ങനെ കിട്ടാറേയില്ല, എനിക്കറിയത്തില്ല ബാംഗ്ലൂർ ഇവിടെ കട്ട്ലറ്റ് കിട്ടുന്ന സ്ഥലം ഏതുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ബേക്കറികളിലും ഈ സംഭവം കിട്ടാറില്ല. അപ്പം ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പം ഞങ്ങൾ എപ്പം ബേക്കറികളിൽ പോയി കട്ട്ലറ്റ് ചോദിച്ചാലും അപ്പം അത് തീർന്നിരിക്കും. എപ്പോഴും അതെ. ഇതുവരെ എനിക്ക് നാട്ടിൽ ചെന്നിട്ട് അങ്ങനെ ഇപ്പം കുറച്ച് നാളായിട്ട് കട്ട്ലറ്റ് കിട്ടിയിട്ടില്ല. എപ്പോൾ ചോദിച്ചാലും ഒന്നുമില്ലെങ്കിൽ തീർന്നു പോവും, അല്ലെങ്കിൽ അവിടെ ഇല്ല, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നടക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇതുപോലെ ഞാനങ്ങ് വിചാരിച്ചു ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമെന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാണ് ഈ കട്ട്ലറ്റ്. കാരണം എനിക്ക് പുറത്തുനിന്നൊന്നും മേടിക്കാനും കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളതെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ ഉണ്ടാക്കി. അതെനിക്ക് സത്യം പറഞ്ഞാൽ ആക്ച്വലി അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമതുണ്ടാക്കി, ഇതൊരു നാലാമത്തെ തവണ രണ്ടാമതുണ്ടാക്കി, അത് കുഴപ്പമില്ലായിരുന്നു. അപ്പം എനിക്ക് ഏകദേശമൊക്കെ ഒരു പരുവം പിടികിട്ടി. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കഴിഞ്ഞ ഈസ്റ്റർ സമയത്ത് ഞാൻ ഒരു ദിവസം, അത് ഞാനൊരു കുറേ നാളുകൾക്ക് കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്ന ആ ഒരു പനിയൊക്കെ വരുന്നതിന് മുമ്പ്, കുറേ മുമ്പാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ സമയത്ത് ഞാൻ ഷോർട്സിൽ ഇട്ടിരുന്നു ഞാനൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ മൂന്നാമതുണ്ടാകും. ഇന്നിപ്പം ഇപ്പോൾ കുറേ നാളായി, ഞങ്ങളൊരു 1.5 മാസത്തിന് ശേഷം ചിക്കൻ വാങ്ങിച്ചു. അപ്പം ഞാൻ അതിനകത്തുനിന്നൊരു സ്വല്പം ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ബോൺലെസ് പീസുകളും ഒക്കെ ആയിട്ട്. അത് ഞാൻ കട്ട്ലറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ശ്രീഹരിക്കും കട്ട്ലറ്റ് ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് അതിലൊരു 200 ഗ്രാം കാണും സംഭവം, അതെടുത്ത് നമുക്ക് കട്ട്ലറ്റ് ആക്കാം. ഞാൻ ഇതിനു മുമ്പുള്ള ആ ഒരു ഷോർട്സിൽ ഞാൻ 250 ഗ്രാം ബോൺലെസ് പീസ് വാങ്ങിച്ചത് ചെയ്ത് നോക്കിയതാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇങ്ങനെ കുറച്ചത് എനിക്ക് എൻ്റെ ഒരു കണക്കിന് ഒരു 200-250 ഗ്രാം കാണും എന്നേ എനിക്ക് അറിയത്തുള്ളൂ കറക്റ്റ് അളവ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതിയിലുള്ള കട്ട്ലറ്റ്, ആക്ച്വലി കട്ട്ലറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഈ ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ശരിക്കും കട്ട്ലറ്റ് ഉണ്ടാക്കി കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ച്, വെള്ളം ഒഴിച്ച് വേവിച്ച്, അങ്ങനെയൊക്കെയാണ് ഞാൻ പല വീഡിയോയിലും കണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, നോൺ സ്റ്റിക്ക് അല്ലെങ്കിലും ഇപ്പം ഏത് പാത്രത്തിലാണെങ്കിലും കുറച്ച് എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ, മീൻ വറക്കുന്ന പോലെ അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. വെള്ളത്തിലിട്ട് വേവിക്കാതെ അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ മുളക് പൊടിയൊക്കെ ചേർത്താണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വേവിച്ചെടുത്തിട്ട് അതാണ് ഞാൻ കട്ട്ലറ്റ് ആക്കുന്നത്. അപ്പം പൊട്ടറ്റോ ഞാൻ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുക്കറിലല്ല വെച്ചത്, ഞാൻ സാധാരണ രീതിയിൽ അങ്ങ് വേഗം വെച്ച് കുക്കർ എടുക്കാനുള്ള മടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു മാരിനേഷൻ, സാധാരണ ഉപ്പും എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും, എൻ്റെ ഓർമ്മയിലൊക്കെ ആദ്യം ഞാൻ അങ്ങനെ ചെയ്തു, ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് ഒക്കെ ചെയ്തു. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ രീതിയിലാണ് ഇഷ്ടപ്പെട്ടത്, ഞാനിപ്പം ചെയ്യുന്ന ഈ ഒരു രീതിയിലുള്ള ചിക്കൻ കട്ട്ലറ്റ്. അപ്പം അത് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് കട്ട്ലറ്റ് ആക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാനിത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഒത്തിരി എരിവൊന്നും ഞാൻ എടുക്കുന്നില്ല, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഞാൻ 1 ടീസ്പൂൺ നല്ല കുമിച്ചെടുത്തതാണ്. പിന്നെന്താണ്, കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും അത് പിന്നീട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. ഒത്തിരി നേരമൊന്നും വേണ്ട, ഇത്തിരി നേരം അതൊന്ന് പിടിക്കാനും വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ട്
നമുക്കിത് ഒരു നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് ഒരു ഫ്രൈങ് പാനാണ്. അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് നിരത്തി വെച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പം അടച്ച് വെച്ച് കുക്ക് ചെയ്താലേ ഈ എണ്ണ കുറവുള്ളപ്പോൾ മുള്ളൊക്കെ നന്നായിട്ട് വേവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പം തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഒട്ടും വെള്ളം ഒഴിക്കാതെ നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണ്. അപ്പം നമ്മളിവിടെ മാരിനേറ്റ് ചെയ്തു, ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചു. അത് ഏകദേശമൊക്കെ വെന്ത് ഇങ്ങനെ വരുന്നുണ്ട്. പൊട്ടറ്റോയും വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സബോള, അതൊരു വലിയ സബോള വേണ്ട ആക്ച്വലി, ഒരു വലിയെന്ന് വെച്ചാൽ ഒരു ഈ വലുപ്പത്തിലുള്ള ഒരു സബോള, പിന്നെന്താണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചോപ്പറിലിട്ട് നന്നായിട്ട് കുനാന്ന് ചോപ്പ് ചെയ്തെടുക്കണം. കാരണം അതായിരിക്കും നമുക്കത് ഷേപ്പൊക്കെ ആക്കി എടുക്കണ്ടേ. അപ്പം ഇത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ സബോള ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് ചോപ്പ് ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ഞാൻ സ്വല്പം പെരുംജീരകവും കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട് മസാല എടുക്കുമ്പോൾ. അല്ലാതെ മല്ലിപ്പൊടി ആ വക ഐറ്റംസ് ഒന്നും ചേർക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ ചേർത്തിട്ടുമില്ല. അപ്പം നമുക്കിത് ചോപ്പ് ചെയ്ത് സബോളയും ഇതൊക്കെ ഒരുക്കി ചോപ്പ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇതെല്ലാം റെഡി ആവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ ഒരു അവസ്ഥയിൽ വരും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തത് മാറ്റി വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ചോപ്പറിലേക്ക് ഒരു സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും ഒരു 3 അല്ലി, അത് ഇച്ചിരി വലിയ അല്ലി വെളുത്തുള്ളിയാണ്, ഒരു 3 അല്ലി. പിന്നെ അതിൻ്റെ ആ ഒരു സൈസിലുള്ള ഇഞ്ചിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് 2 പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കങ്ങ് ചോപ്പ് ചെയ്തെടുക്കാം. 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതങ്ങ് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പം അത് വലിക്കുന്നത് എൻ്റെ ഫോണിൽ കിട്ടിയില്ല. കാരണം ഇതിൻ്റെ മെമ്മറി കുറച്ച് ഇതായതുകൊണ്ട്, സ്റ്റോറേജ് തീർന്നു പോയതുകൊണ്ട് അത് കിട്ടിയില്ല. പിന്നെന്താണ്, ഞാൻ ഈ ചിക്കനെല്ലാം അതിനകത്ത് ചെറിയ ബോൺസ് ഉള്ള ചിക്കൻ പീസസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഞാനിങ്ങനെ ആക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ വേവിച്ച പൊട്ടറ്റോ ആയിട്ട് ഈ ചിക്കൻ്റെ പീസസ് ഞാനെടുത്ത ആ ഒരു ചിക്കനെല്ലാം അടർത്തിയെടുത്തില്ല, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കണം. ഇനി നമുക്കിതിൻ്റെ സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഗരം മസാല ചേർക്കുകയാണെങ്കിൽ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പം ആ സബോളയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പൊട്ടറ്റോയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനിയും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഒന്നുകൂടെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ എല്ലാം നന്നായിട്ട് യോജിക്കത്തുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർ എന്തെങ്കിലും ഈ പൊട്ടറ്റോ മാഷ് ചെയ്യുന്ന സംഭവമൊക്കെ ഇട്ട് മിക്സ് ചെയ്താലും മതി. അപ്പം എനിക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കത്തുള്ളൂ. നമ്മൾ ഈ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ശരിയാവത്തില്ല. അപ്പം ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ഉരുട്ടി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ്. ഇനിയിപ്പോൾ ആ ഷേപ്പ് ഇങ്ങനെ ചില കാര്യങ്ങളിൽ ലവ് ഷേപ്പ് അങ്ങനെയുള്ള ഷേപ്പുകളുള്ള സംഭവങ്ങൾ വെച്ച് നമുക്കിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും അടപ്പിലൊക്കെ വെച്ച് ആക്കിയെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനൊരു
ഇങ്ങനെ കൈകൊണ്ട് നമ്മുടെ പരിപ്പോടെയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ബോളായിട്ടും ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ പരത്തി, അപ്പം ആദ്യം ഞാൻ കുറച്ച് വലുതായിട്ട് പരത്തി, പിന്നെ അത് ഞാനതെല്ലാം മാറ്റിയിട്ട് പിന്നെ കുഞ്ഞതായിട്ട് പരത്തി. അത്രയും വലിപ്പം വേണ്ടാന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ കുഞ്ഞതായിട്ട് പരത്തി ഒരു 10-15 എണ്ണം ഉണ്ടായിരുന്നു ഈ ഒരു കട്ട്ലറ്റ് സംഭവം. അപ്പം ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി, മുട്ടയിൽ മുക്കി, ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി അതെല്ലാം റെഡിയാക്കി വെക്കണം. അപ്പം ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് ഈ 10-15 എണ്ണത്തിന് ഒരു മുട്ട മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. ഞാൻ ഈ ബ്രെഡ് ക്രംസ് വാങ്ങിക്കുകയല്ല ചെയ്തത്, എൻ്റെ കയ്യിലുള്ള വീറ്റ് ബ്രെഡ് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫ്രൈങ് പാനിൽ വെച്ച് ഡ്രൈ ആക്കി മൂപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് ഈ ബ്രെഡ് ക്രംസ് വാങ്ങിക്കുന്നതിലും ഇഷ്ടം കൂടുതലും ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് പൊടിച്ച് ഇങ്ങനെ എടുക്കുന്നതാണ്. ബ്രെഡ് ക്രംസ് വാങ്ങിച്ചതിനേക്കാട്ടിലും ടേസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് പൊടിച്ച് ഇങ്ങനെ കട്ട്ലറ്റ് കോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഞാനതെല്ലാം കോട്ട് ചെയ്തെടുത്ത് ഇതിനിയും നേരെ ഇതിനകത്തുനിന്ന് ഞാനൊരു 4 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നേരെ ഫ്രീസറിലേക്ക് പോവും. അതും ഞാൻ ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തിട്ടാണ് ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഇതിപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 4 എണ്ണം എടുത്ത് ഫ്രൈ ചെയ്യും. ബാക്കി ഫ്രീസറിൽ കയറ്റും. എന്നിട്ട് ആവശ്യമുള്ളപ്പം ബാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തത്. അപ്പം ഈ ഒരു പാത്രത്തിൽ ഫ്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം കണ്ടു ഇങ്ങനെ വെളുത്തിരിക്കും, അപ്പുറം മൂപ്പിച്ചിരിക്കും. കാരണം നമ്മൾ കുറഞ്ഞ എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ വെച്ച് ഫ്രൈ ചെയ്തപ്പം അതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് വന്നു. ഈ ഒരു രീതിയിൽ ഞാൻ സാധാരണ കുറച്ച് കുഴിവുള്ള കുഞ്ഞു പാത്രമാണ് എടുക്കുന്നത്. പക്ഷെ ഞാനിത് എനിക്കറിയത്തില്ല, ഞാൻ ഒരു ബോധത്തിൽ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് എടുത്തത്. അപ്പം കുറച്ച് കുഴിവുള്ള കുഞ്ഞു പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയതിൻ്റെ ടൊമാറ്റോ സോസും കുറച്ച് ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.